നമസ്കാരം. മന്ത്രി കെ ഗണേഷ് കുമാർ ആ മറ്റേ മോനെ ഒരു കടലാമ ഊക്കലിറക്കിയൊക്കെ വിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ തള്ളലൊക്കെ കേട്ടിട്ട് സിനിമാ ഇൻഡസ്ട്രിയുടെ ഭാഗം കൂടിയായിരുന്നത് കൊണ്ട് അത് ആവർത്തിച്ച് പറഞ്ഞിരുന്നതാണ്, ഇതൊക്കെ തള്ളൽ മാത്രമാണ്, ഇതൊന്നും കേട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അങ്ങ് മോഹിച്ചു പോകല്ലേ, ഈ വാഗ്ദാനം മാത്രമേ കാണുള്ളൂ. അന്ന് ആരും കേട്ടില്ല. ഇപ്പൊ ഈ നാട്ടിലെ മനുഷ്യർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ എയിംസ് ഇല്ലെങ്കിലും കടലാമകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക എയിംസ് തുടങ്ങിയ അതിനുവേണ്ടി പോരാടി കൊണ്ടുവന്ന കലുങ്ക് നിരങ്ങിക്ക് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അനുമോദനമാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാക്കിയത്. അതായത് സഹപ്രവർത്തകനായിരുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല സ്ട്രോങ് ഡോസ് ആര് കൊടുക്കാറുണ്ട്, ഗണേഷ് കുമാർ കൊടുക്കാറുണ്ട്. അതുപോലൊരു ഡോസാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. ഇത് സിനിമയല്ലല്ലോ. കാരണം എയിംസ് തന്നില്ലെന്ന് മാത്രമല്ല, ഒന്നും തന്നില്ല. മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ളതൊന്നും തന്നില്ല. പിന്നെ കടലാമയെ രക്ഷപ്പെടുത്താനുള്ള രണ്ട് പദ്ധതി ഉണ്ടെന്ന് പറയുന്നു. മനുഷ്യനുള്ളതൊന്നും തന്നില്ല. കേരളത്തിലെ ജനങ്ങളോട് അവഗണനയും കടലിൽ കിടക്കുന്ന ആമയോട് സ്നേഹവും ഉള്ളത് ഏതായാലും നന്നായി. ആമ സംരക്ഷിക്കാൻ ഉള്ള ആശുപത്രി ഉണ്ടെന്ന് പറയുന്നു. മനുഷ്യനെ സംരക്ഷിക്കാനുള്ള ആശുപത്രി ഇല്ല. അത് വരികയില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ തന്നെ പലരോടും പറഞ്ഞു, വെറുതെ മോഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ONV പാടിയതുപോലെ വെറുതെ മോഹിക്കുവാൻ മോഹം എന്നേ പറയുന്നുള്ളൂ. വെറുതെ മോഹിച്ചാൽ അതൊന്നും കിട്ടത്തില്ല, തരത്തില്ല. കേരളത്തോട് ഇന്നും BJP സർക്കാരിന്റെ അവഗണനയാണ്. ഗണേഷ് കുമാർ ഇത് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം നേരത്തെ പൊതുപ്രസംഗ വേദിയിൽ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർക്ക് എല്ലാവരും പറയും, അയ്യോ അസൂയ കൊണ്ട് പറയുകയാണെന്ന്. ഇപ്പോ എന്തായി, അതുകൂടി നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം വരാൻ പോകുന്നത് എന്താണ്, ഈ ഉണ്ണിയെ കണ്ടാൽ അറിയാവൂ ഊരിലെ പഞ്ഞു എന്ന് പറയും പോലെ, കൂടെ കിടന്നവനെ അറിയാവൂ രാപ്പണി എന്ന് പറയുന്ന പോലെ, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഒരേ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നുള്ളത് കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് പച്ച മലയാളത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൂടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. കാര്യം നാളുകളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണമുള്ളവരാണ് ഒരു രാഷ്ട്രീയക്കാരനെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ഗണേഷ് കുമാർ മുൻകൂട്ടി തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആലപ്പുഴ എയിംസ്, തൃശൂർ എയിംസ്, അങ്ങ് തെങ്കാശി എയിംസ് വരെ എത്തിയതിനെ കുറിച്ച് അദ്ദേഹം നേരത്തെ ഒരു പൊതുവേദിയിൽ പറഞ്ഞത് കൂടി നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. തൃശ്ശൂരുകാർക്ക് പറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട്. എടുത്ത് പറയാം, അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും. അത് വേറെ ലോകത്താണ്. നമ്മളിപ്പോൾ എയിംസ് എവിടം വരെ എത്തിയെന്ന് അറിഞ്ഞില്ല. തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല. ആലപ്പുഴയ്ക്ക് കിട്ടി, പിന്നെ തൃശ്ശൂരിന് കിട്ടി, പാലക്കാടിന് കിട്ടി, കോഴിക്കോടിന് കിട്ടി, കണ്ണൂരിനും കിട്ടിയെന്ന്, കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു. തമിഴ്നാടിനും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ വളരെ വ്യാപകമായ വിതരണമാണ്. കാരണം ഇതിങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരും, മീൻ എന്നൊക്കെ വിളിക്കത്തില്ലേ വണ്ടി. അതുപോലെ മീൻ കച്ചവടത്ത് വരുന്ന പോലെ എയിംസ് റെഡി, എവിടെ എയിംസ് വേണോ എയിംസ് റെഡി, എവിടെ വേണോന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവച്ചു വരും. ഏതാ എയിംസിന് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടോ, കൊടുക്കാനായി ചിലപ്പോൾ അറിയാം, വിലയ്ക്ക് കൊടുക്കാനേ, ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല. ഇതൊക്കെ കണ്ട് നമ്മൾ ചിരിക്കാൻ എന്ത് പറയാനാണ്. തൃശ്ശൂരുകാരെ പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറയാം. അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണുന്ന മിടുക്കന്മാരാണ്. കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട്. അവരിതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ്. അല്ലാതെ തൃശ്ശൂരുകാർക്ക് പശ്ചാത്താപമില്ല. കാരണം വെച്ചാൽ ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ കാര്യമൊന്നുമില്ല. അവരത്രേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു തട്ടിപ്പ് പരിപാടികൾ ഇതൊക്കെ നമ്മൾ കുറെ ഇവിടെ എന്തൊക്കെയായിരുന്നു. ഇവിടുന്ന് ഒരു MP, പ്രധാനമന്ത്രി തന്നെ പറയും, ഇവിടുന്ന് ഒരു MP പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൂങ്കാവനം ആക്കുമെന്നാണ്. പിന്നെന്താ 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. ഏതാ തൃശ്ശൂരത്തെ MPയുടെ ചുറ്റും 8 കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ്. എന്ത് ആരാ 8 മന്ത്രിമാരെന്നറിയാം? രാജ്നാഥ് സിംഗ്, പിന്നെ അമിത്ഷാ, ആരാ തൃശ്ശൂർ MPയുടെ ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാ. പിന്നെ നിതിൻ ഗഡ്കരി, അങ്ങനെ പോകുന്നു. ഒരു നിര, ഒരു 8 പേര് വട്ടം. ഇപ്പൊ വട്ടം നിൽക്കുക, നമ്മൾ വോട്ട് ചെയ്തൊരു വട്ടം നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. പിന്നെ കലങ്ങ്, തോട്ടരുവ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാമെന്നുള്ള, നമ്മൾ ഇത്തരം തമാശകൾ കേൾക്കാൻ അവസരമുണ്ടായി. ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല. കാര്യങ്ങൾ വ്യക്തമല്ലേ? ആരാണ് സത്യം പറയുന്നവർ, ആരാണ് പച്ച കള്ളം പറയുന്നവർ എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. വലിയ മോഹന വാഗ്ദാനങ്ങൾ ആധികാരികമായി മൈക്ക് കെട്ടിവെച്ച് പറയുമ്പോഴേ മനസ്സിലാക്കുക അഖില ലോക തള്ളലാണെന്ന്. അത് തെറ്റാണെന്ന് പറഞ്ഞു തരുമ്പോൾ അവരെ പരിഹസിക്കാൻ പോവുകയും അവരെ തെറിവിളിക്കാൻ പോയിട്ടും കാര്യമില്ല. വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളും പറയാറുള്ളത് എന്നതിന് കൃത്യമായി തെളിയിക്കുന്നതാണ് പുതിയ കടലാമ എയിംസ് കേരളത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളത്.
മുൻകൂട്ടി തന്നെ ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചൊരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ട്രോൾ ബോധ്യപ്പെടുത്തുകയാണ്.